ഞാൻ മാർട്ടിൻ ഊരാളി, മല്ലു, എവലിൻ മാർട്ടിനസ്, അപ്പുറത്ത് സന്ദീപ്. സന്ദീപിനെങ്കിലും മുഴുവൻ പറയും. സന്ദീപ് മാസ്. ഞങ്ങള് 3 പേരും കേരളത്തിലുള്ളവരും, ഇദ്ദേഹം ചിലിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ ഞങ്ങള് ഈ വരുന്ന 3 ദിവസങ്ങൾ, മെയ് 1, 2, 3 തീയതികളിൽ മനപ്പൊടിയിൽ വെച്ചിട്ട് ഊരാളി പാടി കാർണിവൽ എന്നൊരു പുതിയ ഒരു കലാ ഫെസ്റ്റിവൽ, നാട്ടിലുള്ള മനുഷ്യരെയും നാട്ടിലുള്ള കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 3 ദിവസത്തെ ഫെസ്റ്റിവൽ. അതിൽ നാടകങ്ങളുണ്ട്, പല മ്യൂസിക് ബാൻഡുകളുണ്ട്, സംഗീത കൂട്ടായ്മകളുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെയുള്ള പെർഫോമേഴ്സ് ഉണ്ട്, പ്ലസ് ചിലിയിൽ നിന്നുള്ള ഒരു നാടകമുണ്ട്. അങ്ങനെ 3 ദിവസത്തെ പ്രോഗ്രാംസ് ആണ്. വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് അവതരണങ്ങൾ. ഓരോ ദിവസവും 4 അവതരണങ്ങൾ വീതമുണ്ട്. 2 ഇടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് മനപ്പൊടിയിലുള്ള മാസ് ടവർ എന്ന് പറയുന്ന മനപ്പൊടി തന്നെയുള്ള നമ്മുടെ ഒരു സ്ഥാപനമാണ്. സന്ദീപാണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. പിന്നെ ഊരാളികൾ കൂടുന്ന ഊരാളി വീടെന്ന് പറയുന്നത് നമ്മുടെ ബസ്സൊക്കെ ഉള്ള ആ സ്ഥലത്താണ്. അങ്ങനെ 2 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ അവതരണങ്ങൾ നടക്കുന്നത്. 3 ദിവസമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ കലാനുഭവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനും അറിയിക്കാനും ആയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. ആദ്യമായിട്ടാണ് നാട്ടില് ഞങ്ങൾ ഇങ്ങനൊരു കാർണിവൽ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അത് ഊരാളികളാണ് അതിന് മുൻകൈ എടുക്കുന്നതെങ്കിൽ തന്നെയും അതില് നാട്ടിലുള്ള ഊരാളികളെയും കലയെയൊക്കെ സ്നേഹിക്കുന്ന കുറെ ആളുകളോടും ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുക്കിയെടുത്തിട്ടുള്ളത്. ഇതൊരു തുടക്കമാണ്. ആദ്യ വർഷം നമ്മൾ ചെറുതായിട്ട് ചെയ്തു തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അടുത്ത വർഷങ്ങളിൽ കൊയ്ത്ത് കഴിയുന്നതോട് കൂടിയിട്ട് പാടത്ത് വെച്ചിട്ട് തന്നെ, മനപ്പൊടി പാടത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പെർഫോമൻസുകൾ കൂടാതെ നാടക പരിശീലന കളരി, പല പ്രഗത്ഭരായിട്ടുള്ളവരുടെ വർക്ക്ഷോപ്പുകൾ, പിന്നെ ബേർഡ് വാച്ചിങ് സെഷൻസ്, മജീഷ്യൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടെ ഒരു ഹാപ്പനിങ് സ്ഥലമായിട്ടാണ് ഞങ്ങൾ അതിനെ മാറ്റിയെടുക്കുന്നത്. നാട്ടിലുള്ള നമ്മുടെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള ഇടങ്ങളെയും പ്ലസ് പബ്ലിക് ആയിട്ടുള്ള ഇടങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു പൊതു പരിപാടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വരാവുന്ന പോലത്തെ ഒരു കാര്യമായിട്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് തിയേറ്റർ കൈകാര്യം ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ അവിടെ ചെറിയ ക്യാമ്പുകൾ നടക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ പങ്കെടുക്കാനായിട്ട് തിയേറ്ററുമായിട്ടും അഭിനയമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്. എവലിനും ക്രിസ്റ്റോബൽ ത്രോങ്കോസോ 2 പേരാണ് ചിലിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അവരുടെ ഒരു ക്ലൗഡിങ്ങിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ക്ലേ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരിശീലന ക്യാമ്പ് പരിപാടികൾ 2ഉം 3ഉം ആയിട്ട് നടക്കുന്നുണ്ട്. രണ്ടിടങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അതിനുശേഷം പാടത്ത് നമുക്ക് കുറച്ചുകൂടി സുന്ദരമായിട്ട് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ പാടത്തിൽ നമ്മൾ ഒരുക്കി അവിടെ ഒരു 50ഓളം ആർട്ടിസ്റ്റുകൾ കൂടിയിട്ടാണ് ഇപ്പൊ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സ്പേസ് നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന ഈ 2 ഇടങ്ങള്, റോഡ്, അതിന് അടുത്തുള്ള പാടം, ഇത്തരം സ്ഥലങ്ങളിലാണ് ആളുകൾക്ക് വരാനും കൂടാനായിട്ട് നമ്മൾ ഒരുക്കണത്. മനപ്പൊടിയിൽ കിഴക്കുംപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. പുല്ലുവഴിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പുൽവഴിക്ക് വരില്ലേ, തൃശ്ശൂർ കാഞ്ഞാണി റോഡിൽ നിന്ന് പുല്ലിലേക്ക് കിടന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, സെന്ററിൽ നിന്ന് ലെഫ്റ്റ് കിഴക്കോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തിരിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, ആദ്യത്തെ സെന്റർ, അല്ലേ സെന്റർ എന്നാണ് അറിയപ്പെടുന്ന ആ ഭാഗം. അവിടുന്ന് ലെഫ്റ്റ്. എന്തായാലും നിങ്ങൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പരിപാടി നടക്കണമെന്നുള്ളത് കാണാനായിട്ട് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെ മല്ലു? തമിഴ്നാട്ടിൽ നിന്നുള്ള കിന്തൻ ചരിത്രം എന്ന് പറഞ്ഞിട്ടൊരു നാടകമാണ്. അവിടെ നിന്നുള്ള പെർച്ച് എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഗ്രൂപ്പിന്റെയാണ് ആ നാടകം. പിന്നെ ബോംബെയിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റ് ജാക്വീൻ, അവരുടെ മ്യൂസിക്കൽ പെർഫോമൻസ് ആണ്. റാപ്പറാണ് അവര്. ജാക്വീൻ. കിന്തൻ ചരിത്രം നാടകമാണ്. അപ്പോ എന്താ പറയാ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും കൂടി മനസ്സിലാകാനും അവർക്ക് പങ്കെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈനപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
നാട്ടിലുള്ള ആളുകൾ ഇപ്പോ സംഘാടനത്തിന്റെ ഭാഗത്താണുള്ളത്. വരും വർഷങ്ങളിൽ കുറച്ചുകൂടി അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവും. ഇതിപ്പോ ആദ്യത്തെ ഒരു സമയമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞങ്ങൾ കലാകാരന്മാര് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ അറിയുന്ന കുറെ കലാകൂട്ടായ്മകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെയാണ് അതിന് സ്വപ്നം കാണുന്നത്. കാരണം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാഠമാണ്. അപ്പൊ അത് നമ്മുടെ കലയും അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധമൊക്കെ വളരാനായിട്ടും കളിച്ചും അങ്ങനെ പങ്കുവെച്ച് വളർന്നിട്ടുള്ള സ്ഥലമാണ് പാടം. അപ്പോ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പൊ കുറെ കൂടി മനുഷ്യർക്ക് അവിടെ ഇറങ്ങി ഇടപെടാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള കൂടി അതിന്റെ ഒരു ഉദ്ദേശമാണ്. തീർച്ചയായിട്ടും സജീവമാണ്. അതുകൊണ്ടാണ് കൊണ്ടിരിക്കുന്നത്. സജീവ് എന്ന് പറയുമ്പോഴേ ഓരോ കാലത്തും നമ്മുടെ പ്രയോറിറ്റികൾ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. ഞങ്ങള് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില പഠനങ്ങള്, യാത്രകള്, ചില റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അതുകൊണ്ടാണ് എല്ലായിടത്തും പിന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടമായതുകൊണ്ട് തന്നെ ചില സമയത്ത് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാതെ വരാം. അത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പോ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ, അതിപ്പോ പലതരത്തിലുള്ള പക്ഷങ്ങളുള്ളിടത്ത് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ മനുഷ്യരുടെ കൂടെയാണ്. മനുഷ്യരുടെ കൂടെ നമുക്ക് തുറന്നു നിൽക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷമാവാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ അത് ആക്റ്റീവ് തന്നെയാണ്. ഞങ്ങളുടെ ബസ്സാണ് ആക്റ്റീവ് അല്ലാണ്ടായിരുന്നത് ഒരു വർഷമായിട്ട്. പക്ഷെ ബസ്സിന് ഇതിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ഇതില് ഈ 3 ദിവസം ബസ്സിൽ അവതരണങ്ങൾ നടക്കുന്നുണ്ട്. ബസ് മുമ്പ് ഓടിയിരുന്ന ഒരു ബസ് ഇപ്പൊ അതിന്റെ സർവീസ് ഒക്കെ നിർത്തിയിട്ട് ആള് കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ വരാനും കൂടാനൊക്കെ പറ്റുന്ന ഇടമായിട്ട് ആളെ ഒരുക്കിയെടുത്തേക്കാണ്. ഇതൊരു കൂട്ടം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പോകുന്നതായിട്ട് കൂടി കണ്ടാൽ മതി. നമ്മള് ഇപ്പോ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നത് വിചാരിച്ചിട്ടല്ല നമ്മളൊരു ബാൻഡ് ഉണ്ടാക്കിയത്. ആ കാലത്ത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മള് മറ്റെല്ലാ കാര്യങ്ങളും നമ്മളെയും ബാധിക്കുന്നതാണല്ലോ. അപ്പൊ ആ ഇടത്ത് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് മാത്രമാണ്. പലപ്പോഴും വലിയ സംഘാടകർ മാത്രമാണ് ലോകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫെസ്റ്റിവൽസ് ആണെങ്കിലും വലിയ സംഘാടകരും വലിയ ബ്രാൻഡുകളൊക്കെയാണ്. നമ്മൾ ചെറിയ ബ്രാൻഡ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൂടിയിട്ടുള്ള അത് വലുതാക്കണല്ലേ. ഇതെല്ലാം പതിയെ പതിയെ വലുതായി വരും. കുറെ കാര്യങ്ങൾ ഈ അവസാന നിമിഷങ്ങളിലാണ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ ക്ഷമിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം നിങ്ങൾ മുക്താന്ന് പറയും. ഇപ്രാവശ്യം പക്ഷെ വരണം. ഈ 3 ദിവസം പറ്റുന്ന സമയത്ത് വരും. വൈകുന്നേരങ്ങളിൽ വന്നാലും പകൽ വന്നാലും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. എന്റെ നമ്പറാണോ വേണ്ടത്? കോണ്ടാക്ട് അതിലുണ്ട്. ആ നമ്പർ വായിക്കാൻ പറ്റണില്ലേ? പേര് അതിലുള്ള നമ്പർ ഡയാനയുടെ ആയിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല. ഇല്ല, നമ്പർ ഇല്ലേ? ഓക്കെ. പിന്നല്ലാണ്ട് നിങ്ങള് ലോകത്തിനോട് പറയും ഇങ്ങനൊരു കാര്യം, ചെറിയൊരു കാര്യമാണ്, തുടങ്ങി വെച്ചേക്കാണ്, സപ്പോർട്ട് ചെയ്യണം. ഇലക്ഷന്റെ റിസൾട്ട് വരാനിരിക്കുന്ന സമയമാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു തെരഞ്ഞെടുപ്പാണിത്. നമ്മൾ ഏത് 1, 2, 3 റിസൾട്ടിന് മുമ്പ് ആളുകൾക്കൊന്ന് സമാധാനമായിട്ടിരിക്കാനും മൈൻഡ് ഫ്രീ ആക്കാനൊക്കെ ആയിട്ടും കൂടിയാണ്. ഇത് പാടം വിശാലമായിട്ട് കിടക്കല്ലേ അല്ലേ? ഇനി എന്തെങ്കിലും ഒന്നും പറയാനില്ലല്ലോ? വരില്ല എല്ലാവരും? താങ്ക് യു.